നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് പഠിച്ചത് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം എന്താണെന്നോ അതുപോലെ തന്നെ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയും ആണ്. അപ്പോൾ അൽഗോരിതം വെച്ചിട്ട് HCF കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് 1.1 ആദ്യം പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് Euclid division algorithm. Euclid's division algorithm to find the HCF. To find the HCF of first question 135 and 225. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് HCF കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 135 ആൻഡ് 225, ഇതിൻ്റെ രണ്ടിനെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് രണ്ട് ഇൻറ്റീജർ എടുക്കുക. രണ്ട് ഇൻറ്റീജർ തന്നിരിക്കുന്ന 135 225 ആണ്. ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക. 225 അല്ലേ? 225 ഈസ് ഗ്രേറ്റർ ദാൻ 135. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം. ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. A ഈക്വൽ ടു, അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു BQ പ്ലസ് R. ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. A എന്ന് പറയണത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വലിയ സംഖ്യയാണ് A എന്ന് പറയണത്, ഈ ചെറിയ സംഖ്യ B ആയിട്ട്. അപ്പോൾ A ഈക്വൽ ടു BQ പ്ലസ് R എന്ന് എഴുതണം. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്. അപ്പോൾ A ഈക്വൽ ടു, എയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് 225 ഈക്വൽ ടു BQ പ്ലസ് R. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 225നെ 135 വെച്ച് ഡിവൈഡ് ചെയ്യണം. 225 ഡിവൈഡഡ് ബൈ 135. അപ്പോൾ 225ൽ 135 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മൾ 135 ഇൻറ്റു 2 നോക്കുമ്പോൾ നമുക്കറിയാം 135 ഇൻറ്റു 2, 5 ഇൻറ്റു 2 10, ദെൻ 3 ഇൻറ്റു 2 6, 6 പ്ലസ് 1 7, 1 ഇൻറ്റു 2 2 വരും. അപ്പോൾ 270 വരും. അപ്പോൾ നമുക്ക് അറിയാം 2 വരില്ല. 135 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ വലിയ നമ്പറാണ് വരുന്നത് അല്ലേ? അപ്പോൾ 135 എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രാവശ്യം വരുള്ളൂ. 225ൽ 135 ഒരു പ്രാവശ്യം എടുക്കാനുള്ളൂ. 1 ഇൻറ്റു 135 ഈക്വൽ ടു 135. 5 മൈനസ് 5 0 വന്നു. ഓക്കെ, ഇനി 2 മൈനസ് 3 പറ്റുമോ? ഇല്ല. അപ്പോൾ 1 ഇങ്ങോട്ട് എടുക്കും, 1 റൈറ്റ് സൈഡിലേക്ക് എടുക്കും, അപ്പോൾ 12 കിട്ടും. 12 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 9 വരും അല്ലേ? 9 പ്ലസ് 3 അല്ലേ 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബിയുടെ സ്ഥാനത്ത് എന്താ? 135 ബി ഇൻറ്റു Q എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് ആണ്. Q എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 6 റിമൈൻഡർ, നമ്മുടെ ഇവിടെ 6 റിമൈൻഡർ ആണ്. അപ്പം 90. അപ്പോൾ A ഈക്വൽ ടു നമുക്ക് വന്നിരിക്കുന്നത് BQ പ്ലസ് R എന്നുള്ള ഫോമിൽ വന്നു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കണം ഈ 6 0 ആണോ എന്ന് അല്ലേ? 90 എന്ന് പറയുന്നത് 0 ആണോ? അല്ല, 6 0 ആയിട്ടില്ല. 90 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത കേസിൽ A എന്ന് പറയുന്നത് എന്താവും? ഇവിടെ തന്നിരിക്കുന്ന B ആണ്, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന B ആണ് അടുത്ത സ്റ്റെപ്പിൽ A വരുന്നത്. അപ്പോൾ 135 ആണ് Aയുടെ സ്ഥാനത്ത് വന്നത്. 135 ഈക്വൽ ടു, ഇനി നമുക്കിവിടെ B വേണം അല്ലേ? ബിയുടെ സ്ഥാനത്ത് അടുത്തത് എന്ത് വരും? തൊട്ട് മുമ്പിലത്തെ 6 ആണ് അടുത്ത സ്റ്റെപ്പിൽ B ആയിട്ട് വരുന്നത്. അപ്പോൾ 90 വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 135നെ 90 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 135നകത്ത് 90 ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു 90 എന്ന് പറയുന്നത് 90 എഴുതാം. പിന്നെ 5 മൈനസ് 0 എന്ന് പറയുന്നത് 5, പിന്നെ 3 മൈനസ് 9 പോകുമോ? ഇല്ല. അപ്പോൾ 1 ഇവിടെ നിന്ന് കടം എടുക്കുക. അപ്പോൾ 13. അപ്പോൾ 13 മൈനസ് 9 എന്ന് പറയുമ്പോൾ എത്ര വരും?
4 വരും അല്ലേ, 45 വരും. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 90 ഇൻറ്റു 1 പ്ലസ് 45. ഇവിടെ എയുടെ സ്ഥാനത്ത് 135, ബിയുടെ സ്ഥാനത്ത് 90, ക്യൂയുടെ സ്ഥാനത്ത് 1, ദെൻ ആറിൻ്റെ സ്ഥാനത്ത് 45. അടുത്ത കേസിൽ ആർ ഈക്വൽ ടു 0 ആയോ? ഇല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും അപ്ലൈ ചെയ്യണം, യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ബിയുടെ സ്ഥാനത്ത് വന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ എ ആയിട്ട് വരുന്നത് അല്ലേ. 45 നോട്ട് ഈക്വൽ ടു 0, 45 0 ആയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണത്. 90 ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ബി ആണ് എ ആയിട്ട് വന്നത്. 90 ഈക്വൽ ടു എന്ത് വരും? ബിയുടെ സ്ഥാനത്ത് എന്താ വന്നത്? 6ആണ്, 45. നമുക്ക് 6ആണ് 45 എന്ന് പറയുന്നത്. അപ്പോൾ 45 90നെ 45 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 45 ആണ് 90 എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായി? റിമൈൻഡർ എന്തായി? 0 ആയി. അപ്പോൾ 45 ഇൻറ്റു 2 പ്ലസ് 0 എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇവിടെ റിമൈൻഡർ 0 ആയി. ഇനി ചെയ്യണോ? ഇനി ചെയ്യേണ്ട, തീർന്നു അല്ലേ. പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട. ഇനി നമുക്കിവിടെ റിമൈൻഡർ 0 ആവണ വരെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇവിടെ റിമൈൻഡർ 0 ആയി. ദെയർഫോർ നമ്മുടെ ഡിവൈസർ, ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഡിവൈസറാണ് HCF എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിവൈസർ ഏതാ? 45 ആണ് അല്ലേ. 45 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡിവൈസർ. അപ്പോൾ HCF ഓഫ് 135 ആൻഡ് 225. 135ൻ്റെ 225ൻ്റെ HCF എന്ന് പറയുന്നത് എന്താ? 45 ആണ്. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 196 ആൻഡ് 38,220. അതായത് നമുക്ക് 2 ഇൻറ്റിജർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ HCF കാണാൻ ഏത് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്? യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തു, അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റിജർ എയും ബിയും 2 ഇൻറ്റിജർ ആയിട്ട് എടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും വലുതാണ് എ എന്ന് എടുക്കണം. അപ്പോൾ 38220, 38,220, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 196. ഓക്കെ, അപ്പം നമുക്ക് ഈ വലിയ നമ്പറാണ് നമ്മൾ എ ആയിട്ട് എടുക്കണമെന്ന് അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യണത്? വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? അതിനകത്ത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ്. നമുക്ക് ലെമ്മ അറിയാം, എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതണം. അപ്പോൾ ആ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 38,220യും ബിയുടെ സ്ഥാനത്ത് 196ഉം. അപ്പോൾ എ ഈക്വൽ ടു അപ്ലൈങ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വി ഗെറ്റ് 38,220 ഈക്വൽ ടു എന്ത് വരും? 196 ഇൻറ്റു, ഇപ്പം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 38,220 ഡിവൈഡഡ് ബൈ 196. ഇന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 382ൽ 196 ഒരു പ്രാവശ്യമാണ്. അപ്പോൾ 196 ഡിവൈഡഡ് ബൈ, പിന്നെ 12 മൈനസ് 6 എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 7 വരും. വീണ്ടും 17 മൈനസ് 9 എത്ര വരും? 8 വരും. പിന്നെ ഇവിടെ 2 ബാലൻസ് ഉണ്ടാവുള്ളൂ. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1. 186. 186ൽ 196 എടുക്കാനില്ല എന്ന് നമുക്കറിയാം. വീണ്ടും 2 ഇറക്കി എഴുതി. അപ്പം നമുക്കറിയാം 196 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1960 വരും. അപ്പോൾ അതിലും ചെറിയ നമ്പറാണ്. അപ്പോൾ 196 ഇൻറ്റു 9 നോക്കാം. 196 ഇൻറ്റു 9 എന്ന് പറയുന്നത് 1764 ആണ്. ഓക്കെ, ഇത് നമുക്ക് മൈനസ് ചെയ്യാം. സബ്ട്രാക്ഷനിൽ 12 മൈനസ് 4 എന്ന് പറയുന്നത് 8 കിട്ടും. പിന്നെ അടുത്തത് ഇവിടെ 5 ആയി. ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 15 മൈനസ് 6, അപ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 8 അല്ല 9 കിട്ടും. 9. ദെൻ ഇവിടെ എന്ത് വരും? 7 വരും. 7 മൈനസ് 7 എന്ന് പറയുന്നത് 0 ആയിപ്പോയി. 1 മൈനസ് 1 0 ആയിപ്പോയി. പിന്നെ ഒരു 0 കൂടി ബാലൻസ് ഉണ്ട് ഇവിടെ, അത് നമ്മൾ ഇറക്കി എഴുതി. 980 എന്ന് വരും. ഈ 980ൽ 196 5 ടൈംസ് ആണ്. 5 ഇൻറ്റു 196 ആണ് 980 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്ത് റിമൈൻഡർ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ 0 ആയിട്ട് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 196 ഇൻറ്റു 195 പ്ലസ് 0 എന്ന് കിട്ടി.
അല്ലേ? ഇവിടെ റിമൈൻഡർ നമുക്ക് 0 ആയിട്ട് കിട്ടി. ഇനി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണോ? വേണ്ട. അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന HCF, അതായത് ഡിവൈസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 196 ആണ്. ദെർഫോർ നമുക്ക് എഴുതാം, എന്തെഴുതാം? HCF ഓഫ് 196, 38,220 ഈക്വൽ ടു 196 എന്ന് കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. അത് യൂസ് ചെയ്ത് HCF കാണാൻ 2 ഇൻറ്റിജറിൻ്റെ. അപ്പം നമുക്കിനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി പഠിക്കാനുണ്ട്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ആ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുള്ളതാണ് സ്റ്റേറ്റ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം പറഞ്ഞത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം. നമുക്ക് നോക്കാം. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം എന്തിനു യൂസ് ചെയ്യണത്? HCF ആണ്. 2 പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ HCF ആണ്. നമുക്കത് എഴുതാം. ടു ഒബ്റ്റെയിൻ the HCF of 2 positive integers say C and D. 2 പോസിറ്റീവ് ഇൻറ്റിജർ. ഏതാ ഇവിടെ എടുത്തിരിക്കുന്നത്? സിയും ഡിയും. 2 പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കുവാണ്, സിയും ഡിയും, വിത്ത് സി ഗ്രേറ്റർ ദാൻ ഡി. അതായത് സി ഡിനേക്കാളും വലുതാണ്. സി ഗ്രേറ്റർ ദാൻ ഡി. ഫോളോ the step below. അപ്പോൾ പറഞ്ഞിരിക്കുന്ന യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത് നമുക്കറിയാം HCF കാണാൻ, അല്ലേ? 2 ഇൻറ്റിജറിൻ്റെ HCF കാണാൻ, ഒരെണ്ണം മറ്റേനേക്കാളും വലുതാവണ കേസിൽ, അല്ലേ? അപ്പം അതിന് 3 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ആ സ്റ്റെപ്പാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. To obtain the HCF of 2 positive integers, say C and D, with C greater than D, follow the step below എന്നും പറഞ്ഞിട്ട് എഴുതണം. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1 നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1ൽ നമ്മൾ ആ 2 ഇൻറ്റിജർ എടുക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യണത്? ഏറ്റവും വലുത് നോക്കൂ, അല്ലേ? ഏത് ഇൻറ്റിജറാണ് വലുതെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യും. ഇതിനകത്ത് ആ 2 ഇൻറ്റിജർ, ഇവിടെ 2 ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ സിയും ഡിയുമാണ്. അപ്പോൾ ആ സിയും ഡിയിലും യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ അപ്ലൈ ചെയ്തിട്ട് ഒരു ക്യൂവും ആറും നമ്മൾ കണ്ടുപിടിക്കുമല്ലേ? കോഷ്യൻ്റ് റിമൈൻഡറും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? അപ്ലൈ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ടു സി ആൻഡ് ഡി. ഏത് ഇൻറ്റിജറിലാ? സിയിലും ഡിയിലും അല്ലേ അപ്ലൈ ചെയ്യുന്നത്? ടു സി ആൻഡ് ഡി. സോ we find whole numbers Q and R such that C equal to DQ plus R where 0 less than or equal to R less than D. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 ഇൻറ്റിജർ എടുക്കും. ആ ഇൻറ്റിജറിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 2 വോൾ നമ്പേഴ്സ് കണ്ടുപിടിക്കും, അല്ലേ? ക്യൂവും ആറും, അല്ലേ? അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? സി എന്ന് പറയണതാണ് വലിയ ഇൻറ്റിജർ. അപ്പോൾ സി ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? DQ പ്ലസ് ആർ എന്ന് വരും. ആറിൻ്റെ റേഞ്ച്, റിമൈൻഡറിൻ്റെ റേഞ്ച് എന്ത് വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി. ഡി വരെ ഉള്ളൂ, ഡി എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ലെസ് ദാൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് എഴുതണം. ഇനി സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് നോക്കണത്?
ഇവിടെ നമുക്ക് r ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രോസസ്സ് എന്താ ചെയ്യണ്ട, കണ്ടിന്യൂ ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇഫ് r ഈക്വൽ ടു 0, r എന്ന് പറയുന്നത് അവിടെ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം d ഈസ് ദ HCF ഓഫ് c ആൻഡ് d എന്ന് എഴുതാം അല്ലേ. ഇഫ് r ഈക്വൽ ടു 0 d ഈസ് ദ, അല്ല ഇവിടെ വന്നതല്ലേ ഡിവൈസറിൻ്റെ അവിടെ വന്നതല്ലേ നമ്മുടെ HCF എന്ന് പറയുന്നത്. അപ്പോൾ r 0 ആവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ r ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എന്ത് എഴുതാം നമുക്ക്, r ഈക്വൽ ടു 0 d ഈസ് ദ HCF ഓഫ് c ആൻഡ് d. ഓക്കെ, ഇനി ഇഫ് r നോട്ട് ഈക്വൽ ടു 0, r 0 അല്ലെങ്കിൽ എന്താണ്, വീണ്ടും എന്ത് ചെയ്യണം, യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം. ഏതിലായിരിക്കും യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ, ഇനി അടുത്തതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിയും ആറും ആണ് എടുക്കേണ്ടത് അല്ലേ. നമ്മൾ കണ്ടായിരുന്നു ഡിവൈസറും പിന്നെ റിമൈൻഡറും ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ r നോട്ട് ഈക്വൽ ടു 0, r 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ദ ഡിവിഷൻ ലെമ്മ. ഡിവിഷൻ ലെമ്മ എന്ന് പറഞ്ഞാൽ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ്. ഡിവിഷൻ ലെമ്മ ഏത് നമ്പറിനാണ് അപ്ലൈ ചെയ്യുന്നത്, യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ ടു d ആൻഡ് r അല്ല, ഡിക്കും ആറിനുമാണ് ഇനി അടുത്തത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്താ, എന്ത് ചെയ്യണം, നമ്മൾ ഇത് പ്രോസസ്സ് r ഈക്വൽ ടു 0 ആവണ വരെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. അതാണ് സ്റ്റെപ്പ് 3യിൽ പറയുന്നത്. കണ്ടിന്യൂ the process till the remainder is 0 അല്ലേ. റിമൈൻഡർ 0 ആണോ വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എല്ലാവരും നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തത് അത് തന്നെ നമ്മൾ വേർഡ്സിൽ എഴുതിയിരിക്കുന്നതാണ് സ്റ്റെപ്പ് 3 എന്താണെന്നുള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഡിവൈസറാണ് HCF എന്ന് പറയുന്നത് അല്ലേ. അതും കൂടി എഴുതുവാണേ. ദ ഡിവൈസർ at this stage will be the required HCF. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0 ആവുമ്പോൾ നമുക്ക് എന്താ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത് റിമൈൻഡർ 0 ആവണം ഈ കേസ് വരെ അല്ലേ. അപ്പോൾ റിമൈൻഡർ 0 ആവുമ്പോൾ ഉള്ള ഡിവൈസർ ഏതാന്ന് നോക്കുക. ആ ഡിവൈസറാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇതാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കുന്നത്. ഇത് എക്സാമിന് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മുതൽ ഇവിടെ ലാസ്റ്റ് വരെയുള്ള ഈ സെക്ഷൻ വരെ എഴുതണം. ഓക്കെ, നമ്മളിനി ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 2 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഷോ ദാറ്റ് എവരി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q ആൻഡ് ദാറ്റ് എവരി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q + 1 where q ഈസ് സം ഇൻറ്റീജർ. അതായത് പറയുന്നത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്താലും നമുക്ക് ഈവൻ ഇൻറ്റീജർ എല്ലാ ഈവൻ ഇൻറ്റീജറിനെയും 2q എന്നും അതുപോലെ തന്നെ എവരി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജറിനെ 2q + 1 എന്ന് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ്, ഷോ ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്താലും നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ഈവൻ ഇൻറ്റീജറായിട്ട് 2q എന്ന് പറഞ്ഞ ഫോമിലും ഓഡ് ഇൻറ്റീജർ ആണെങ്കിൽ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 2q + 1 എന്ന ഫോമിലും എഴുതാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്കറിയാം ബൈ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അനുസരിച്ചിട്ട് നമുക്ക് A = BQ + R എന്നറിയാം അല്ലേ. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന പോലെ നമുക്ക് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുവാണ് ഞാൻ ഫസ്റ്റ്.
ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ. ഏത് പറയണേ? ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്താലും നമുക്ക് ഈവൻ ഇൻറ്റീജർ ആണെങ്കിൽ 2q എന്ന ഫോമിലും ഓഡ് ഇൻറ്റീജർ ഏത് ഫോമിലാണ് 2q + 1 എന്ന ഫോമിലും എഴുതാൻ പറ്റും. ഇതാണ് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുത്തു. ഇനി നമുക്കറിയാം ബൈ ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? a = എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ a = bq + r എന്ന് എഴുതാം. ആറിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? 0 <= r <= ഇവിടെ b ആണ്. അപ്പോൾ ആറിൻ്റെ റേഞ്ച് b എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന a എന്ന് പറയുന്നത് ബിയെ പോസിറ്റീവ് ഇൻറ്റീജർ നമ്മൾ എടുത്തു. ഇനി ഇവിടെ നമ്മൾ ബിയുടെ സ്ഥാനത്ത് എന്തെടുക്കും? ബിയുടെ സ്ഥാനത്ത് നമുക്കിവിടെ ക്ലൂ തന്നിട്ടുണ്ട്. എവരി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q, എവരി ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q + 1 എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് എടുക്കേണ്ടത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് എങ്ങനെ എഴുതാം? a = 2q + r എന്ന് കൊടുക്കാമല്ലോ. a = 2q + r where 0 <= r റേഞ്ച് എന്താവും? അപ്പോൾ ഇവിടെ ബി ആയിരുന്നു. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു ആറിൻ്റെ റേഞ്ച് 0 <= r b. ഇവിടെ നമ്മുടെ റേഞ്ച് 0 <= r 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ക്യൂ എന്ന് പറയുന്നത് ഒരു സം ഇൻറ്റീജർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ q ≥ 0. ഇനി ഇവിടെ ആറിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? <2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 0 <= r 2. 2 എടുക്കാൻ പറ്റില്ല. ആറിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? r = 0 എടുക്കാം. ദെൻ 0 <= എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 എടുക്കാം. 2നേക്കാളും താഴെയുള്ളത് 1. ഈ രണ്ട് വാല്യൂ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കേസ് 1 ആയിട്ട് കേസ് 1 ഇഫ് r = 0 ആവുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് വരും? a = 2q + 0. 2q + 0 എന്ന് പറയുന്നത് 2q വരും അല്ലേ? 2q എന്ന് വരും. ദെൻ അടുത്ത കേസ് നമുക്ക് നോക്കാം. r = ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2q കിട്ടി. 2q എന്ന് പറയുന്നത് 2 × q എന്ന് പറയുന്നത് ഏത് ഇൻറ്റീജർ എടുത്താലും അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഈവൻ ആയിരിക്കും. അപ്പോൾ ഈവൻ ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് ഇഫ് r = 1 അതാണ് കേസ് 2 എന്ന് പറയുന്നത്. കേസ് 2ൽ നമ്മൾ എന്തെടുക്കും? r = 1 എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും? a = 2q + 1 അല്ലേ? ഈ 2q എന്ന് പറയുന്നത് ഈവൻ ഇൻറ്റീജർ ആണെന്ന് നമുക്ക് കിട്ടി. 2q എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് കിട്ടി. അപ്പം നമുക്ക് ഒരു ഈവനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ 2q + 1 എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, ആദ്യം നമുക്ക് കിട്ടി 2q എന്ന് പറയുന്നത് ഈവൻ ഇൻറ്റീജർ ആണ് അല്ലേ? അപ്പോൾ ഈവൻ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് എഴുതണം. ഈവൻ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് കൂടി എഴുതാം അല്ലേ? അന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈവൻ പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഒരു ഈവൻ നമ്പറിനോട് 1 ആഡ് ചെയ്താൽ നമുക്കറിയാം ഓഡ് നമ്പറാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടി a = 2q + 1 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ് കിട്ടി. ഇതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അല്ലേ? ആദ്യം ഫസ്റ്റ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുക. a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുക. ബൈ ഡിവിഷൻ ലെമ്മ അനുസരിച്ച് a = നമുക്ക് bq + r എന്ന് എഴുതാം. വേർ ആറിൻ്റെ റേഞ്ച് കൊടുക്കുക 0 <= r b. ഇനി b എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? b എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. എവരി ഈവൻ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2qഉം അടുത്തത് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q + 1ഉം. അവിടെ നമ്മൾ b എടുക്കേണ്ടത് 2 ആണ്. അപ്പോൾ a = 2q + r എന്ന് പറയും. പിന്നെ റേഞ്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആറിൻ്റെ റേഞ്ച് 0
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 2 എന്നാണ്. അതായത് ആറിൻ്റെ വാല്യൂ 0യും 1ഉം ആണ് വരുള്ളൂ. അപ്പം നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ 2q എന്നും ഇക്വേഷനിൽ കിട്ടും. അടുത്ത ആർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ 2q + 1 എന്നും കിട്ടും. അപ്പം നമുക്ക് രണ്ട് ഈവൻ പോസിറ്റീവ് ഇൻറ്റിജർ എന്നും അടുത്ത കേസിൽ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നും കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 3 ആണ്. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 4q + 1 ഓർ 4q + 3 where q ഈസ് സം ഇൻറ്റിജർ. പറഞ്ഞിരിക്കുന്നത് ഏതൊരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജറും ഏത് ഫോമിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4q + 1 അതല്ലെങ്കിൽ 4q + 3 ആവും. വേർ q ഈസ് സം ഇൻറ്റിജർ. q എന്ന് പറയുന്നത് ഏതെങ്കിലും ഇൻറ്റിജർ ആവുന്ന കേസിൽ. ഓക്കെ, അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജർ എന്തെന്ന് എടുക്കാം. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് എടുക്കാമല്ലോ. എനി പോസിറ്റീവ് ഇൻറ്റിജർ. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത കേസിൽ നമ്മൾ ഇൻറ്റിജർ എടുത്തു. അപ്പം നമ്മൾ ബി ഈക്വൽ ടു എ എടുത്തു. ഇനി ബി എന്തെടുക്കും? നമ്മളിവിടെ ബി എടുക്കുന്നത് ക്ലൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് 4q + 1 എന്ന ഫോമിലും അല്ലെങ്കിൽ 4q + 3 എന്ന ഫോമിലും ആണ്. അപ്പം നമ്മുടെ ബിയുടെ സ്ഥാനത്ത് എന്താണ് വേണ്ടത്? 4 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് ബൈ ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിഷൻ ലെമ്മ എന്താ? a = bq + r ആണെന്ന് അറിയാം. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ b. ആറിൻ്റെ റേഞ്ച് 0 മുതൽ 0 ഉണ്ട്, അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. ബിക്ക് താഴെ വരെ ഉള്ളത്. അപ്പോൾ ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ എഴുതാം? a = ഇവിടെ ബിയുടെ സ്ഥാനത്ത് 4 ആണ്. 4q + r വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ. ഇവിടെ ആറിൻ്റെ റേഞ്ച് എവിടം വരെയാണ്? 4 ലെസ് ദാൻ 4 വരെയാണ് അല്ലേ? 4 എടുക്കാൻ പാടില്ല, ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അപ്പോൾ ആറിന് ഏതൊക്കെ വാല്യൂ ആണ്? r = 0 ദെൻ 1 2 3. 4 എടുക്കാമോ? ഇല്ല, ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 4 എടുക്കാൻ പാടില്ല. 4ന് താഴെ ഉള്ളത് 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ r = 0 ആവുമ്പോൾ എങ്ങനെയായിരിക്കും? ഇഫ് r = 0 ആവുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? a = 4q + 0 എന്ന്, അതായത് 4q കിട്ടും അല്ലേ? ഇനി അടുത്തത് ഇഫ് r = 1 ആവുമ്പോൾ എന്തായിരിക്കും? a = എന്ത് വരും? 4q + ആറിൻ്റെ സ്ഥാനത്ത് 1 വരും. ദെൻ അടുത്ത കേസിൽ r = 2 വരുമ്പോൾ a = 4q + 2 വരും. ദെൻ r = 3 വരുമ്പോൾ a = 4q + 3 വരും അല്ലേ? ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ആ വാല്യൂസ് കൊടുത്തു. ആറിൻ്റെ വാല്യൂസ് 0യും 1ഉം 2ഉം 3ഉം കൊടുത്തു. അപ്പം നമുക്കുള്ള എയുടെ ഫോം എന്തൊക്കെ കിട്ടി? a = 4q, അതുപോലെ തന്നെ 4q + 1, 4q + 2, 4q + 3 എന്ന് കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് a = 4q, 4q + 1, 4q + 2, 4q + 3 എന്നാണ് അല്ലേ? നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ a എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എ ബി ഇനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആയിരിക്കണം. ലെറ്റ് എ ബി ഇനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ്. അപ്പോൾ ലെറ്റ് എ ബി എ ഇനി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കണം. ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ a = എനിക്ക് 4q + 2ഉം എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ 4q എന്ന് പറയുന്നതും 4q + 2 എന്ന് പറയുന്നതും ഈവൻ ആണ്. കാരണം എനിക്ക് ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് നമ്പറാണ്? അത് ഈവൻ നമ്പറാണ്. അപ്പോൾ ഇത് രണ്ടും ഈവൻ ആണ്, ഈവൻ നമ്പറാണ്.
അതുകൊണ്ട് ഞാൻ ഈ രണ്ട് കേസും ഇവിടുന്ന് കട്ട് ചെയ്യുകയാണ്. ഈ രണ്ട് കേസും കട്ട് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എ ഈക്വൽ ടു 4Q എന്ന് പറയുന്നതും 4Q + 2 എന്ന് പറയുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ഈവൻ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആണ് അല്ലേ, ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു 4Q + 1, 4Q + 3 എന്ന് എഴുതാം. ഇതായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.